മലയാളത്തിനുത്സവം ഉത്സവം മലയാളത്തിനുത്സവം. കാനനവും കാഞ്ഞിരവും കാടിറങ്ങുന്ന കാട്ടാനകളും നീർത്തടവും നീർച്ചോലകളും തഴുകുന്ന കാറ്റും രാപ്പാടികളും രാക്കിളികളും കൂകുന്ന ഒരു സ്വർഗഭൂമി നമുക്കുണ്ട്. ഒപ്പം പറയാനേറെ ചരിത്രവും. അച്ചടി ഭാഷയില് പിച്ചടി ചേരാത്ത നാടൊരു നാടാണേ, വഞ്ചൂരമേറിട്ടൊൻപതു വളവു കടന്നൊരു നാടാണേ, പൊഞ്ചൂരമേറാൻ മാടി വിളിക്കണ നാടൊരു നാടാണേ, ലക്ഷണമൊത്തൊരു ലക്കിടിയെത്തണ നമ്മുടെ നാടാണേ. കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളുടെ ഭാഗങ്ങൾ അടർത്തിയെടുത്തൊരു ജില്ല ഉണ്ടാക്കുക അത് അത്ര കണ്ട് സാരമല്ലാത്തൊരു കാര്യമല്ല. എന്നാൽ സഖാവ് ഏറമ്പാല കൃഷ്ണൻ നായനാറിനെ പോലൊരു സമർത്ഥനായ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായ കാര്യം തന്നെയായിരുന്നു. പറഞ്ഞു വരുന്നത്, സഹ്യാദ്രിയിൽ ഒറ്റപ്പെട്ട ഭൂഖണ്ഡത്തെ പോലെ മാനം മുട്ടി നിൽക്കുന്ന മാമലകളും തോളുരുകി കടന്നു പോകുന്ന കുന്നുകളും കോടമഞ്ഞും കാട്ടുമൃഗങ്ങളും തേയിലത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും നിറഞ്ഞ ആ നാടിനെ കുറിച്ചാണ്, നമ്മുടെ സ്വന്തം വയനാടിനെ കുറിച്ച്. ഈ നാട് വയനാട് മലമേലെ ഒരു കൂട്, കൊതിയുണ്ടേ പോരെ ആന വണ്ടി കേറി. ഈ നാട് വയനാട് മലമേലെ ഒരു കൂട്, കൊതിയുണ്ടേ പോരെ ആന വണ്ടി. മാനത്തേക്ക് കയറാനുള്ള ഏണിപ്പടികൾ പോലെ ചുരങ്ങളുള്ള നാട്ടിലേക്ക്, ഗോത്ര സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും സംഗമഭൂമിയായ വയനാട്ടിലേക്ക് സ്വാഗതം. ഈ കാടു കടന്നൊരു പുഴയുടെ തീരം, മാനം നിറയും മഞ്ഞിൽ കുളിരും മലയുടെ മാറിൽ ചേരണ നാടാണേ ഈ നാട് വയനാട്. ഈ നാട് വയനാട് മലമേലെ ഒരു കൂട്, കൊതിയുണ്ടേ പോരെ ആന വണ്ടി കേറി. ഈ നാട് വയനാട് മലമേലെ. ഒന്നും പറയാനില്ല മക്കളെ, പൊള്ളി സ്ഥലം തന്നെ. ഹോ, എന്താ ഭംഗി! വയലും കാടും നാടും ഒക്കെ ചേർന്നൊരു അപൂർവ സ്ഥലം. വാവ്, ബ്യൂട്ടിഫുൾ. അടിച്ചു പൊളിക്കാനാണെങ്കിലേ ഇവിടെ തന്നെ വരണം, ഈ വയനാട്ടില്. ഓഹോ, നിനക്ക് ആ പ്രിയയോടൊപ്പം മൂന്നാർ പോകാനായിരുന്നില്ലേ പ്ലാൻ? മൂന്നാർ എന്താടാ മോശം സ്ഥലമാണോ എന്ന് ഞാൻ പറഞ്ഞ? ഓ, തുടങ്ങി രണ്ടും കൂടെ. ദേ സോണി, ഒരു കാര്യം പറഞ്ഞേക്കാം, തല്ലുകൂടാനാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? എടോ, മൂന്നാറിന് മൂന്നാറിൻ്റെതായൊരു സൗന്ദര്യമുണ്ട്. പക്ഷെ വയനാട്, ആ നാടിനൊരു മണമുണ്ട്, ഒരുതരം നാട്ടുമാവിൻ്റെ മണം. ശരിയല്ലേ? മയിൽ എവിടെ? ദേ അവിടെ നോക്ക്. മിണ്ടല്ലേ മിണ്ടല്ലേ. മൊബൈൽ എടുക്ക്, വേഗം വേഗം. ഹായ്, വാ വാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം, വേഗം വാ വാ. ആ ചായക്കടയിലെ ചേട്ടൻ പറഞ്ഞത് ഹോം സ്റ്റേ നടത്തുന്ന തങ്കമുത്തശ്ശിയുടെ വീട് ഈ ഭാഗത്ത് എവിടെയാണെന്നാണ്. വാ, നമുക്കിവിടെ ആരോടെങ്കിലും ചോദിക്കാം. ദേ തള്ളേ, നിങ്ങളുടെ വേലത്തിനൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഈ വീടിൻ്റെ മുന്നിലെയും വലതുവശത്തുള്ള വസ്തു എൻ്റെയും എൻ്റെ അപ്പൻ ലൂയിപ്പൻ്റെയും വകയാണ്. ഞങ്ങളുടെ പറമ്പിലേ ചിലപ്പോൾ വേലി കെട്ടും, മതിൽ കെട്ടും, പിന്നെ കോളം കുത്തും. അത് ചോദിക്കാൻ വന്നാലുണ്ടല്ല,
ദേ തള്ളേ, എന്റെ തനി ഗുണം നിങ്ങൾ കാണും കേട്ടോ. എന്ത് വിവരക്കേടാണ് ചാണ്ടി ഈ പറയുന്നത്? ഞങ്ങൾ കാലങ്ങളായി നടന്നിരുന്ന വഴിയാണിത്. എന്നെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നപ്പോഴേ ദാ ഈ വഴി കൂടെ ഞങ്ങൾ പോയത്. അന്ന് ഈ വസ്തു മേടിച്ചപ്പോ നടവഴിയിട്ടേ വേലി കെട്ടാവുന്നല്ലേ താന്ന് പറഞ്ഞേ. ഇനിയിപ്പോ 2 ഭാഗത്തു കൂടെ വേലി കെട്ടി അടച്ചാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യാനാടോ? അതാണ് ഒരു കാര്യം ചെയ്യ്, ഈ വീടും പുരയിടവും എനിക്കങ്ങടുതാ. ഞാനേ മാന്യമായൊരു തുക അങ്ങോട്ട് തരാം. ദേ അപ്പോ പ്രശ്നം തീർന്നല്ല. ആ ബസ്റ്റ്. എന്നിട്ട് ഞങ്ങളെങ്ങോട്ട് പോവാനാ? അതൊന്നും നടക്കത്തില്ല ചാണ്ടി. എന്ത് നടക്കില്ലെന്ന്? ഇതിനേക്കാൾ നല്ലൊരിടത്തേക്ക് പോകാല. അതെ, ഇത് നിങ്ങളുടെ ഈ ഹോം സ്റ്റേ ബിസിനസ് നടത്താൻ പറ്റിയ സ്ഥലമല്ല. തൽക്കാലം ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ചാണ്ടിച്ചാൻ ചെല്ല്. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ നീയൊക്കെ ഈ വഴിക്കൂടെ നടക്കുന്ന എനിക്കൊന്ന് കാണണം. അതെ, ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ നാട്ടിലെ നിയമവും കോടതിയൊക്കെ ഉണ്ട്. എന്നാ നീ പോയി നിയമം വെച്ചുണ്ടാക്കടി, ഞാനൊന്ന് കാണട്ടെ. പെണ്ണുങ്ങളോടാണോ തന്റെ? ദേ ചാണ്ടി, മര്യാദയുടെ ഭാഷയിലാണ് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചത്. മണ്ണിന്റെ പേരും പറഞ്ഞ് പെണ്ണിന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. ആ അതെ, ഈ മണ്ണ് എനിക്ക് അവകാശപ്പെട്ട മുതലാ. അതേത് കോടതിയിൽ പോയാലും ഏത് പൊന്നുതമ്പുരാൻ എന്ന് പറഞ്ഞാലും ഞാനിത് സ്വന്തമാക്കിയിരിക്കും. കേട്ടോടി തങ്കമുത്തശ്ശി. കേറി വാ മക്കളെ, കേറി വാ. ആ, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഏയ്, ആ കുറച്ച് അലഞ്ഞു. പക്ഷേ ആ അലച്ചിട്ട് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഇന്നിവിടെ കാവൽ ഉത്സവാണ്. ആണോ? ആ, എന്താ മോളുടെ പേര്? എന്റെ പേര് അമ്മു ആണ്. സ്കൂളിൽ നിയമോളെന്നാ വിളിക്കുന്നത്. ആഹാ, നല്ല പേരാണല്ലോ. ഇവിടെ കാവിലുത്സവത്തിന് തെയ്യവും ചെണ്ടമേളവും കൂടി അടിപൊളിയാ കാണാൻ. കാവിലുത്സവത്തിന് ഞങ്ങളെയും കൂടെ കൂട്ടുവോ? അതിന് നീ നസ്രാണിയല്ലേ, നിന്നെ ആരെങ്കിലും കാവിനകത്ത് കയറ്റൂ? അല്ല, മോന്റെ പേരെന്താ? രാഹുൽ. മക്കളെ, മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒത്തുചേരുന്നിടത്താണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മതം ജനിക്കുന്നത്. ആ മതത്തിന്റെ പേരാണ് മനുഷ്യത്വം. ഞങ്ങളുടെ കാവൽ ഉത്സവത്തിനെ എല്ലാ മതസ്ഥരും പങ്കെടുക്കും. നിങ്ങൾക്കും പങ്കെടുക്കാം.
ഭഗവതിയേ നാടോടി ദേവ ജന്മഭൂമി പൊലിക ഭഗവതിയേ ഇടവാഴുന്ന കർത്താക്കന്മാരും പൊലിക ഭഗവതിയേ പെരിഞ്ചല്ലൂ അമ്പലത്തിൽ തേർതാണാരേ മുച്ചിലോടൻ പെരുവയിലാലെ കൂട്ടമിട്ടാരേ മണ്ണിട്ട് തൈണ്ട് നടുണ്ട് ആ തൈ മരട്ട് പൂവഞ്ചു പറ്റുണ്ട് ആ പൂ മരട്ട് കായണ്ട് പറ്റുണ്ട് മല്ലഞ്ചു കാവാണ്ട് ആ തൈ മരട്ട് പച്ചില പറ്റുണ്ട് ആ പട്ടി മരട്ട് കൂടില കൂട്ടുണ്ട് ആ മറയി മരപാലത്ത് പൂമര കാവുഞ്ചു കാവാണ്ട് മല്ലഞ്ചു കാവാണ്ട് കാവുഞ്ചു കാവാണ്ട് മല്ലഞ്ചു കാവാണ്ട് കാവുഞ്ചു കാവാണ്ട് മല്ലഞ്ചു കാവാണ്ട് കാവുഞ്ചു കാവാണ്ട് മല്ലഞ്ചു കാവാണ്ട്
ബാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിമേലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുപ്പവും ചൂരും കെട്ടിപ്പോകും നേരം തീരം കാണാടി ചാരി താളം തെറ്റിക്കേളം തീരം തീയിൽ തീരുത്തോ ഭൈരവനാകുന്നേ ആദിയായി നടന്ന ധൂമി ഭൈരവനാകുന്നേ ഭൈരവനാകുന്നേ യോഗിമുദ്ര ധരിച്ച ധൂമി ഭൈരവനാകുന്നേ കരിത്തോല് ധരിച്ച ധൂമി ഭൈരവനാകുന്നേ പുലിത്തോല് ധരിച്ച ധൂമി ഭൈരവനാകുന്നേ Puliga,
എന്തെല്ലാം കലാരൂപങ്ങളല്ലേ നമുക്കുള്ളത്. കണ്ടിട്ടും മതി വരുന്നില്ല. ഇവിടെ ഇനി ഒരുപാട് പരിപാടികളുണ്ട് ചേട്ടാ. എന്തെല്ലാം കാണാൻ കിടക്കുന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മുടെ സ്റ്റേങ് നീട്ടേണ്ടി വരുമോ? അത് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. ദേ മുത്തശ്ശി. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. വയനാടിന്റെ ചരിത്രം പറയാനേ ഏറെയുണ്ട്. ക്രിസ്തുവിന് 10 നൂറ്റാണ്ടെങ്കിലും മുന്നേ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്നാണ് കേട്ടുകേൾവി. 1980 നവംബർ 1 വയനാട് ജില്ല ഉണ്ടായത്. പ്രകൃതി സ്നേഹിയാണെങ്കിൽ നിങ്ങൾ ഇവിടം തീർച്ചയായും കണ്ടിരിക്കണം. മലമുകളിൽ നിന്നും ഉദിച്ചുയരുന്ന ആ സൂര്യപ്രഭ സ്വന്തമാക്കണമെങ്കിലേ ദേ ആ മല കയറണം. ഇപ്പോ നേരെ ഒരുപാട് വൈകി. നമുക്ക് വീട്ടിലേക്ക് പോവാം. നാളെ സ്കൂളിൽ പോവാനുള്ളതല്ലേ. വാ നടക്ക്. നേരം ഈ അറിവിൻ അക്ഷരപ്പൂങ്കാവനത്തിൽ മിഴിപൂട്ടി നിൽക്കനാമൊട്ടു നേരം അറിവിൻ അമൃതം നുകർന്നിടുവാനിൻ അകമേ നീ എന്നും തെളിഞ്ഞിടണേ. ഉണർവായി ഉണ്മയായി നന്മയായി എന്നെന്നും നിലനിന്നു കാണുവാൻ കൈതൊഴുന്നേ. അപ്പൊ എല്ലാവരും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നേ. നമുക്ക് നമ്മുടെ ഡാൻസ് ടീച്ചർ പൂജ മിസ് പഠിപ്പിച്ച ഒരു നൃത്തം കാണാം. നിങ്ങളെല്ലാവരും അവനവൻ്റെ സീറ്റുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം കേട്ടോ. ടപ്പ് 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 ടപ്പ്
എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നൃത്തം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആ നമുക്കെന്നാ ഒരു പാട്ട് കേട്ടാലോ? എങ്ങനെയാ?
ഇനി എല്ലാവരും ബഹളമൊന്നും വെക്കാതെ വരിയായിട്ട് അവനവൻ്റെ ക്ലാസ്സുകളിലേക്ക് ഒക്കെ പൊക്കോ. നോക്കി തട്ടാ നോക്കാണ് കേട്ടോ. പോകും. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീത. ഹലോ ഹലോ ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ 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 പോയി. ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. Wow, what's going on here? I think it's a festival. Hey, honey, come. We can ask him. Hello, hello. What is this? This is a mic. No. What is happening here? This is a festival. Gramophone. Festival. Oh, village festival. Nice. Are you excited, baby? Let's enjoy. It's festival. Hello. മുത്തശ്ശി. അതെ മുത്തശ്ശി, എനിക്ക് ഇംഗ്ലീഷ് അത്ര പിടുത്തമില്ലാത്ത മുത്തശ്ശിക്ക് അറിയാലോ. ഒന്ന് ഇവരെ കൈകാര്യം ചെയ്യണം പ്ലീസ്. This is our village festival. There are many programs. Let's be there and enjoy it all. പ്രിയമുള്ളവരെ, നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഗ്രാമവാസികൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയാണ്. നിറഞ്ഞ കൈകളോടെ നമുക്ക് വരവേൽക്കാം. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പാട്ടറിയാമോ? മുറുക്കാതെ മണിച്ചുണ്ട് ചുവന്നതത്തെ വടക്കീനി തിന്ന മേലിരുന്നാട്ടെ വടക്കുന്നു വരുന്നു നീ വയനാടൻ കാട്ടിനോ വടക്കൻ പാട്ടറിയാമോ? ആദത്തെ ഈതത്തെ തത്തെ കിങ്ങിണി തത്തെ തകതകം അമൃത തത്തിൻ്റെ 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 തകിടതൈ തരികിടതൈ തരികിടതരികിടതരികിടതൈ തകതകം അമൃത തത്തിൻ്റെ 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 തക്കിടതൈ തരികിടതൈ തരികിടതരികിടതരികിടതൈ നാദിന 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 നാ കുടിക്കാൻ തെങ്ങിട നീരോ തത്തിൻ്റെ കുടിക്കാൻ പൊന്മണിനല്ലോ തത്തിൻ്റെ കുടിക്കാൻ തെങ്ങിട നീരോ കുടിക്കാൻ പൊന്മണിനല്ലോ മുറുക്കാൻ തളിർവെറ്റിലയോ നിനക്കു വേണ്ടു പഴയ പുത്തരി അങ്കലഹരിയുള്ളൊരു പാട്ട് പകരം വേണം ഇനി പകരം വേണം മുറുക്കാതെ മണിച്ചുണ്ട് ചുവന്നതത്തെ വടക്കീനി തിന്ന മേലിരുന്നാട്ടെ വടക്കുന്നു വരുന്നു
തത്തിന്തൈ 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 തക്കിടതൈ തരിടതൈ തരിക തരിക തരിടതൈ തകരകതമൃത തത്തിന്തൈ 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 തക്കിടതൈ തരിടതൈ തരിക തരിക തരിടതൈ നാദിനൈ 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 അരത്ത പട്ടുടു കെട്ടി അരത്ത പട്ടുടു കെട്ടി മുടിച്ചാത്തിൽ കാമുകനെ ഒളിപ്പിച്ച പെണ്ണിൻ കഥ ചൊല്ലാമോ കഥ ചൊല്ലാമോ മുറുകാതെ മണിച്ചുണ്ട് ചുവന്നകത്തെ വടക്കീരി തിന്ന വേലിരും നാട്ടെ വടക്കുന്നു വരുന്നു നീ വയനാടൻ കാട്ടിലോ വടക്കൻ പാട്ടറിയാമോ പ്രിയമുള്ളവരെ, ഇനി നമുക്കൊരു മനോഹരമായ ഒപ്പന ആസ്വദിച്ചാലോ? വിളിക്കട്ടെ നമ്മുടെ കലാകാരികളെ. എന്താ എല്ലാവർക്കും ഒരു ഉഷാറില്ലാത്തത്? ഒന്ന് ഉഷാറാവട്ടെ. അടുത്തതായി വേദിയിൽ ഒപ്പന. കുളിർ മങ്കി മടവാരു കുറിഞ്ഞിപ്പൂവെ കൊണ്ട് തരുവാൻ ഞാൻ നല്ല മലർ മുല്ലപ്പൂ തുമ്മൽ വിളരാതടയാളവും മണ്ണിലൊരുത്തിയും ഇവൾക്കൊപ്പം പറവാനില്ലേ. മർഹബ വരവിനാൽ മണവാട്ടിയും മറ്റും മഹർപറ്റ പലരൊത്ത് കല്യാണമേ ഫർഹത്തിൽ നടന്നെത്തി മനക്കുള്ള പന്തലിൽ പടിവാതിൽ കടപ്പാനുള്ള അനുവാദമേ. വലുപ്പങ്ങൾ നമുക്കല്ല വിധിത്തതും പൈഗാംബർ നബിയുള്ള ബർക്കത്താലേ പിറകങ്ങൾക്കത് കാണാൻ വിധി കൂട്ടി തരട്ടെ പോൻ ഉലകത്തിൽ നബിയുള്ള തിരുമംഗലം. മൂല പുരാണ പുതുമാ മുഹമ്മദിൻ മാലക്കിണ കൊള്ളും ബീവി ഖദീജാന. മൂല പുരാണ പുതുമാ മുഹമ്മദിൻ മാലക്കിണ കൊള്ളും ബീവി ഖദീജാന. ആലപ്പുമാനപ്പു ഖോജാ മുഹമ്മദിൻ ആശക്കടലോളം കൊള്ളും ഖദീജാന. ആലപ്പുമാനപ്പു ഖോജാ മുഹമ്മദിൻ ആശക്കടലോളം കൊള്ളും ഖദീജാന. വേളി കൊണ്ടൊന്നിച്ചു വാർത്തും മുഹമ്മദിൻ പൊന്മാല കാട്ടിക്കൊടുത്ത ഖദീജാന. വേളി കൊണ്ടൊന്നിച്ചു വാർത്തും മുഹമ്മദിൻ പൊന്മാല കാട്ടിക്കൊടുത്ത ഖദീജാന. മംഗളത്തിൻ നിമ്പമുറ്റ പദവി ദിനമേ കുറികുറിത്ത് മണ്ഡലത്തൊക്കെ പരക്കെ കഥകളറിവാൻ വിടകൊടുത്ത് ഭംഗിതത്താൽ മുൽക്ക് നഗരം പിറകെ മകുട പതിചമൈത്ത് ഹുക്കു ചുറ്റും തോരണക്കെട്ടതിരമതിലും സിതൈവലിത്ത് ഭംഗിത പോർ പന്തലും സർ ചിത്തിരക്കാൽ എളുകമത്ത് ലാമ്പ് സേടും ദീപ ചെമ്പക ജുബ്ബരാതിരം തിരികൊളുത്ത്
ചുരുക്കി ഞാൻ പറയും കന്നം അലങ്കാര പദവിയൊറ്റോടുങ്ങവണ്ണം ആതൃപ്പങ്ങൾ ചുരുക്കി ഞാൻ പറയും കന്നം പറവത് വണ്ണമേ പലപതി ഇന്നും വരവത് മന്നരും അമിറുകൾ പിന്നും അറിവർ നിന്നിട പുരനഗരിന്നും നഗരത്തിൽ പലതു ചാർയജമാനോരും മഹാഘോഷം നളർപ്പാനായി അണയുന്നോരും നഗരത്തിൽ പലതു ചാർയജമാനോരും മഹാഘോഷം നളർപ്പാനായി അണയുന്നോരും അണവിടും സരസര ശരികളും പുരുഷർ തനമുടെ മദനരും ശിവശാപു പയലർ ഗുണമുട സോജന ലിവസുകൾ അണൈവർ അണഞ്ഞെന്റെ ദീനം വേല അടുത്തടുത്തേ അരിപ്പപ്പു കുളർ ഹുസനുൽ ജമാലുരത്തേ അണഞ്ഞെന്റെ ദീനം വേല അടുത്തടുത്തേ അരിപ്പപ്പു കുളർ ഹുസനുൽ ജമാലുരത്തേ ആദി മുതൽ പുരാണമായ തിരുമുത്തൊളിവേ ആയെ പടപ്പിനെല്ലാം ആരി താപിനായ തെളിവേ കാതൽ മുഹമ്മദ് എന്ന കാരുണ പേർ പെറ്റൊളിവേ കാലം പശമ്മയിൽ പന്തല്ല പടച്ചു വെച്ച് ചോതി മികവു പെറ്റ മാണിക്യത്തിൽ വെച്ചൊളിവേ ചൊൽവാൻ 70,100,000 ബോധം മികവു പെറ്റ പാട്ടും കലീമ ചൊല്ലി പോറ്റും പുരാണ വാർത്ത പാത്തിരുന്ന മാണിക്യമണിമുത്ത് മുഹമ്മദിനായി മുഹബത്താൽ എതിർത്തള്ള തിരുനോക്കാലേ മാണിക്യമണിമുത്ത് മുഹമ്മദിനായി മുഹബത്താൽ എതിർത്തള്ള തിരുനോക്കാലേ തിരുനോക്കും തിരുവെളിവതിനാലെ തിരുവൊളി വെമ്പിന തിമിർതിമിൽ പൊങ്ങി തെരുതെരെ ഒഴുകിന പുനലതുകൊണ്ട് തുയ്യവൻ പകുത്തും 10 മീശം വെച്ചാൽ 10 ഒരു മീശം വെച്ച മൈത്താനല്ല തുയ്യവൻ പകുത്തും 10 മീശം വെച്ചാൽ 10 ഒരു മീശം വെച്ച മൈത്താനല്ല മണം നല്ലേ ജിഗം പെരിയേ മനിതവതി സുവർക്കം മംഗഹൂറികൾ ലങ്കും മാളിക മുത്താലേ വർണ്ണം മണം നല്ലേ ജിഗം പെരിയേ മനിതവതി സുവർക്കം മംഗഹൂറികൾ ലങ്കും മാളിക മുത്താലേ വർണ്ണം അരുണം കാളിടും നാളം കതിർ കത്തുന്നേ അരയിലീട്ടരഞ്ഞാണം പരീശം തമ്പാ അരുണം കാളിടും നാളം കതിർ കത്തുന്നേ അരയിലീട്ടരഞ്ഞാണം പരീശം തമ്പാ കൊത്തരി മുത്തരി പടിയരഞ്ഞാണം മെത്തക്കെടുക്കയോടേലസു നൂലും എത്തിരമാലകൾ ചിത്തിരമാലും കിലു കിലു കിലുത്താലി താളത്തിൽ കൂട്ടി കോന്തല കിശയ്ക്കൊപ്പിച്ചിറക്കി കെട്ടി കിലുത്താലി താളത്തിൽ കൂട്ടി കോന്തല കിശയ്ക്കൊപ്പിച്ചിറക്കി കെട്ടി എന്നെന്നും നിലനിൽക്കും തടി മൊഞ്ചത്തി എപ്പോഴും നിറം മങ്ങാതിരി വമ്പത്തി എന്നെന്നും നിലനിൽക്കും തടി മൊഞ്ചത്തി എപ്പോഴും നിറം മങ്ങാതിരി വമ്പത്തി സഭതോറും സമ്മതം ചോദിച്ച് നാരിത പോകുന്നേ മണവാട്ടി ഖദീജക്ക് മംഗളം നേർന്നിടനേ സഭതോറും സമ്മതം ചോദിച്ച് നാരിത പോകുന്നേ മണവാട്ടി ഖദീജക്ക് മംഗളം നേർന്നിടനേ ഈ നല്ല സുദിനത്തിൽ ഞങ്ങളെല്ലാവരും ഇരുപേർക്കും മംഗളം നേർന്നിടുന്നല്ല 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 പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ചരിത്രപ്രസിദ്ധമായ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി കഥ കാണാം. ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങൾ എതിർക്കുകയും ദളിതരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും ചെയ്ത വിപ്ലവകാരിയായ മഹാത്മാ അയ്യങ്കാളിയുടെ കഥ. ആ കാളവണ്ടിയാണ് കേരളത്തിൻ്റെ കുതിപ്പിന് വഴിയൊരുക്കിയത്. ആ കഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഭഗവാനും
മയിലാട്ടം കണ്ട് താമസിച്ചേ, കാളകേറാ പൊന്മലയിൽ കാളകളി കണ്ട് താമസിച്ചേ, ആടുകേറാ മാമലയിൽ ആടുകളി കണ്ട് താമസിച്ചേ, കുയിലുകേറാ പൊന്മലയിൽ കുയിലുകളി കണ്ട് താമസിച്ചേ, കൊക്കുകേറാ പൊന്മലയിൽ കൊക്കുകളി കണ്ട് താമസിച്ചേ, കുതിരകേറാ മാമലയിൽ കുതിരകളി കണ്ട് താമസിച്ചേ, വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാൻ ഭഗവാൻ വന്നുദിക്കാൻ വണ്ടിയിലേറി വന്നതാരുടെ വരവോ, വണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, വണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, വണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ, വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ, ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ, ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ, പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ, പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ, വണ്ടിയിലേറി വന്നതാരുടെ വരവോ, വണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം താരോ, തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം താരോ, തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം താരോ, തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം താരോ. വഴി നടക്കുന്നവരെ നിറത്തിന്റെ പേരിൽ തല്ലുന്നത് എന്ത് നാട്ടുനടപ്പ്? ആ നാട്ടാചാരത്തിന് നട്ടലൊടിക്കണം. മലയാളി മനസ്സിന് മറക്കാനാവാത്ത പേര് അയ്യങ്കാളി. ഉയർന്ന തലപ്പൊക്കവും നെറ്റുതടത്തിലായി ചന്ദന പൊട്ടുന്നു, നക്ഷത്ര ശോഭയും തേടുന്നു, പുഞ്ചിരി തഞ്ചുന്ന ചുണ്ടിണ മേളയെ വീരം പിരിച്ചങ്ങ് വെച്ചൊരു കൊമ്പുള്ളൊരാരാണ്ട കാണടാ പൂർവിളി ഇത് കേൾക്കടാ, പടകൂട്ടി പാഞ്ഞെത്തും വില്ലുവണ്ടി കാണടാ, മണികെട്ടിയ താളകൾ തീ പോലെ പായണ്, നടവഴി പൊള്ളണ് ആ വരവൊന്നു കാണടാ, ടിക്കറ്റും പൊട്ടണ് പുതുചരിതം പൂക്കണ്, ചേരിന്റെ ചൂടേറ്റു മലയാളം കത്തണ്.
മഞ്ഞുവെയിലിൻ്റെ കാഠിന്യത്തിലേക്ക് കരുണയായി പെയ്തിറങ്ങിയ മഴ പോലെ. മഴ, സ്നേഹം അല്ലേ? മഴ 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 നിർമ്മാണം. விண்ணோடு மேளச்சத்தம் என்ன, மண்ணோடு சின்ன தூரல் என்ன, எங்கேதான் சென்றாயோ இப்போது வந்தாயோ, சொல்லாமல் வந்தது போல் இல்லாமல் போவாயோ, தப்பாமல் மீண்டும் சந்திப்பாயோ. நீ வரும்போது நான் மறைவேனா, நீ வரும்போது நான் மறைவேனா, தரிக்கிட்ட தரிக்கிட்டதா. உன்னோடு மேளச்சத்தம் என்ன, மண்ணோடு சின்ன தூரல் என்ன. മതി മതി കളിച്ചത്. രണ്ടാളും വന്ന് ഭക്ഷണം കഴിച്ചേ. വായോ. പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട.
മനുഷ്യന്മാര് പ്രകൃതിയെ വേദനിപ്പിച്ചതിന്റെ കരച്ചിലാ കേൾക്കണേ. കേട്ടില്ലേ ചങ്ക് പെടഞ്ഞുള്ള ആ നിലവിളി? അതെ, കുളി കഴിഞ്ഞില്ലേ? നല്ല മഴ വരുന്നുണ്ട്, ഒന്ന് വേഗം വാ. മഴ വരുന്നുണ്ടെന്ന് വെച്ചിട്ട് തല തോർത്താണ്ടിരിക്കാൻ പറ്റുമോ? അതേ വരുന്നേ. ആ What's that? That's our tribal movement making sound. Oh, interesting. ഹാ, മൂപ്പനും പിള്ളേരും തുടങ്ങിയല്ല. മഴ പെയ്ത് മാനം കറുത്തതാണോ വെളുത്താണോ? അതെ സതീഷേട്ടാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഇവരെ അതൊക്കെ ഒന്ന് കാണിക്കണം. അല്ല, ഈ മഴയത്ത് അങ്ങോട്ട് പോണോ? What is there? There is tribal dance. They are doing occasionally. We can go there. ഞാൻ വരുന്നില്ല, എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. നീ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാനും പോകുന്നില്ല. എന്നാ നിങ്ങൾ പോയിട്ട് വാ, പിള്ളേര് തനിച്ചല്ലേ, ഞാൻ വരുന്നില്ല.
മയപ്പുവ മാടഞ്ചു പുയലന തുള്ളിച്ചിന മിന മീഞ്ചോ മാണേനും പറച്ചിക്കും പായാങ്കു പറഞ്ഞുടു വണ്ണാത്തി കുരുമുടിച്ചി ഉപ്പുക്കു കുരലിയ തുള്ളുന്ന പരടിയോ മുന്നുകുളി കുളിച്ചവളു കിഴക്കൻ മലയിൽ നിന്നും കാട്ടാനകൾ കൂട്ടത്തോട് കഴുകനും വാവലും നിർത്താതെ അലമുറയിടും. മണ്ണിന് ചോരയുടെ മണം അറിവുള്ളവർ പറഞ്ഞപ്പോ ആരും കേട്ടില്ല. അറിവുള്ളവർ പറഞ്ഞപ്പോ ആരും കേട്ടില്ല. അവൾ അവൾ പ്രതികാരദാഹിയാണ്. മലയിടിഞ്ഞോ എന്റെ ദൈവങ്ങളെ! ചേട്ടാ, അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ, വേർപെട്ടുപോയി ചെളിയിലമർന്നവർ. അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല, അച്ഛനെ തേടി ഞാൻ എന്റെ പൊന്നു മക്കളെ, മക്കളെ! പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി, മലയെടുത്തു മഴ വെള്ളവും അവിടെ രണ്ടുപേര്. പേടിക്കണ്ട പേടിക്കണ്ട, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ ആരോ ഉണ്ട്. വാ വാ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആരെങ്കിലും
ഒന്ന് ഓടി വരണേ. ചാണ്ടി, എന്റെ വീട്, എന്റെ മക്കൾ എല്ലാം പോയി. മോനെ, അമ്മേ, എല്ലാം പോയി മക്കളെ. എന്റെ പൊന്നു മക്കളെല്ലാം പോയി. എന്നെ തനിച്ചാക്കി പോയി. എനിക്ക് ആരുമില്ല. നിങ്ങൾ കരയാതിരിക്കുക. കരയല്ലേ മുത്തശ്ശി, കരയാതിരിക്കുക. വാ, വന്നേ വന്നേ, വാ. വിഷമിക്കാതിരിക്കൂ, നമുക്ക് അന്വേഷിക്കാം. ഞങ്ങളിൽ പലർക്കും ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നിങ്ങളിവിടെ ഈ മഹാദുരന്തം കേട്ടറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി നല്ല മനുഷ്യർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊന്നും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തനിച്ചാവുക? ഇതിനു മുമ്പും വലിയ വലിയ ദുരന്തങ്ങളെ നമ്മുടെ നാട് നേരിട്ടിട്ടില്ലേ? അതുപോലെ ഇതും നമ്മൾ അതിജീവിക്കും. കാരണം നമ്മൾ മലയാളികൾ ഒരു ആപത്ത് വന്നാൽ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ്. നമ്മളൊപ്പം എന്നുമൊപ്പം കേരളമേ. കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ഒരു പകരാളി തീരം ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പൂട്ടായി. ഒരു പകരാളി തീരം ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പൂട്ടായി. മാസക്കാറ്റിലൂടെ കാവൽ മേഘമേ വരൂ, അകലെ സ്വരഹാരം പണിയാം, ഓരോ ഹിമതീരം രുതിരം പോർച്ചിതരാം. നെഞ്ചോടൊരു സാരംഗീലീണം പകരാം, മരണമുരം സൂര്യാങ്കുരം ഓരോ സ്വരഹാരം പണിയാം, ഓരോ ഹിമതീരം രുതിരം പോർച്ചിതരാം. നെഞ്ചോടൊരു സാരംഗീലീണം പകരാം, മരണമുരം ഒരു കരമാച്ചിൻ ഗീതം. ഇത് ഒരു ഇന്ത്യൻ സ്വപ്നം, ഇത് രാജ്യത്തിൻ സായുജ്യം. മാറിൽ ചേർക്കാം ഒരു കരമാച്ചിൻ ഗീതം. ഇത് ഒരു ഇന്ത്യൻ സ്വപ്നം, ഇത് രാജ്യത്തിൻ സായുജ്യം.
ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ഒരു പകലാളി തീരം ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പോകോട്ടായി. ഒരു പകലാളി തീരം ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പോകോട്ടായി. നഷ്ടപ്പെടുന്നതിലൂടെയാണ് നാം ജീവിതം നേടിയെടുക്കുന്നത്. അതിജീവനമാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. ചരിത്രത്തിൻ്റെ താളുകളിൽ ഇനി കോറിയിടാൻ പോകുന്നത് നമ്മൾ പൊരുതി വിജയിച്ച ജനതയെന്നാണ്. അതെ, നമ്മൾ ഒരുമിച്ചു നിന്ന് പൊരുതും. പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ നാടിൻ്റെ പേര് കേരളമെന്നാണ്. നൃത്തം ചെയ്ത നമ്മുടെ സുവർണ ടീച്ചറിനും മനോഹരമായി കുട്ടിത്തമുള്ള നൃത്തമൊരുക്കിയ ദീഷ്ണയ്ക്കും ഒപ്പന വേദിയിലെത്തിച്ച ചൈതന്യയ്ക്കും വില്ലുവണ്ടി ഒരുക്കിയ സോഫിക്കും മഴയായി പെയ്തിറങ്ങിയ ആദിക്കും ആദിവാസികളായി നിറഞ്ഞാടിയ നമ്മുടെ രേവതിക്കും കൂട്ടർക്കും ചെണ്ടമേളം തകർത്താടിയ അഖിലിനും രാഹുലിനും കലാഭവമണിയെ സ്മരണയിലുയർത്തിയ പ്രിയ കൂട്ടുകാർക്കും പ്രിയപ്പെട്ട വ്യാപാരി സമൂഹത്തിനും സ്റ്റാളൊരുക്കാൻ സഹായിച്ചവർക്കും വേദി തന്ന ISCക്കും ഇത്രയും ഉറക്കമുളച്ച് ഈ പരിപാടി ഈ വേദിയിലെത്തിച്ച പ്രിയപ്പെട്ട ലജീബ ഏട്ടനും കൂട്ടുനിന്ന ബാബൂസിനും സോഫിക്കും കഥ എഴുതിയ സജീവ് ഏട്ടനും ഒരു മനമായി ഒപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ശബ്ദമൊരുക്കിയ രാജീവേട്ടനും മനോഹരമായ വേദിയൊരുക്കിയ ഷാസ് മീഡിയയ്ക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഈ വിശ്വസിച്ച് എന്നെ ഈ കാര്യം ഏൽപ്പിച്ച ഓരോരുത്തർക്കും ഹൃദയം കൊണ്ട് നന്ദി വാക്ക് അറിയിക്കുകയാണ്. നന്ദി. ഇനി അടുത്ത ഒരു ഉത്സവം വരെ വിടാം.